ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഒരു സബ്സ്ക്രൈബർ ചോദിച്ചതാണ്. വേറൊന്നുമല്ല, നമ്മളിപ്പോൾ ഭക്ഷണം കേടായി എന്ന് പറയാറുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ വാഹനങ്ങൾ കേടായി എന്ന് പറയാറുണ്ട്. ഇനി നമ്മൾ ധരിക്കുന്ന സാധനങ്ങൾ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ചെരുപ്പ്, ഡ്രസ്സ് ഉള്ള സാധനങ്ങൾ, അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ, ഇങ്ങനെ പലതരത്തിലും കേടായി എന്ന് പറയാറുണ്ടല്ലോ. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ എന്താണ് യൂസ് ചെയ്യാറ് എന്നുള്ളത് ഒരു സബ്സ്ക്രൈബർ ചോദിച്ചതാണ്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നമുക്ക് അതേക്കുറിച്ച് ഇന്ന് ചെറിയൊരു വീഡിയോ ചെയ്യാം. വീഡിയോ മുഴുവനായിട്ട് കാണുക. അവസാനം നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. മാത്രമല്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ പറയുകയാണ്, ഇപ്പൊ നമ്മൾ ഭക്ഷണ സാധനങ്ങൾ, ഇപ്പൊ കറി, അതുപോലെ ചോറ്, അതുപോലെ പാല്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കേടാവാറുണ്ട് അല്ലെ. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈസ് സ്പോയിൽഡ്, അതുപോലെ ഹാസ് ഗോൺ ബാഡ്. ഹാസ് ഗോൺ ബാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കേടായി എന്നാണ്. നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഹാസ് സ്പോയിൽഡ് എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ, മീൻ കറി കേടായി. മീൻ കറി കേടായി എന്ന് പറയുമ്പോൾ, അപ്പോ മീൻ കറി എന്ന് പറയാൻ വേണ്ടിയിട്ട് ദ ഫിഷ് കറി, ദ ഫിഷ് കറി ഹാസ് ഗോൺ ബാഡ് എന്ന് പറയാം. അല്ലെങ്കിൽ ദ ഫിഷ് കറി ഈസ് സ്പോയിൽഡ്, അല്ലെങ്കിൽ ദ ഫിഷ് കറി ഹാസ് സ്പോയിൽഡ്. ഇത് മൂന്നും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ചോറ് കേടായി എന്ന് പറയുകയാണെങ്കിലോ, ചോറൊക്കെ തലേ ദിവസത്തൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് കേടായി എന്ന് പറയാറുണ്ടല്ലേ. അപ്പൊ ദ റൈസ് ഹാസ് ഗോൺ ബാഡ്, അല്ലെങ്കിൽ ദ റൈസ് ഈസ് സ്പോയിൽഡ്, ദ റൈസ് ഹാസ് സ്പോയിൽഡ് എന്ന് പറയാം. ഇനി ബിരിയാണി കേടായി എന്ന് പറയുകയാണെങ്കിലോ സെയിം തന്നെ, ദ ബിരിയാണി ഈസ് സ്പോയിൽഡ്, ദ ബിരിയാണി ഹാസ് സ്പോയിൽഡ്, ദ ബിരിയാണി ഹാസ് ഗോൺ ബാഡ്. അപ്പൊ ഈ ഹാസ് ഗോൺ ബാഡ്, ഈസ് സ്പോയിൽഡ്, ഹാസ് സ്പോയിൽഡ് എന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാല് ഭക്ഷണ സാധനങ്ങൾ എന്താണോ കേടായി എന്ന് പറയാനുള്ളത് അത് നമുക്ക് വളരെ സിമ്പിളായി പറയാനായിട്ട് പറ്റും. അപ്പോ പാല് കേടായി എന്നെങ്ങനെ പറയാം? ദ മിൽക്ക് ഈസ് സ്പോയിൽഡ്, ദ മിൽക്ക് ഹാസ് ഗോൺ ബാഡ്, ദ മിൽക്ക് ഹാസ് സ്പോയിൽഡ് അല്ലെ. സ്പോയിൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേടാവുക എന്നാണ്. അപ്പൊ അത് പഠിച്ചു വെക്കുക കേട്ടോ. അവസാനം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കുക. ഇനി നമ്മൾ ഇങ്ങനെ പറയാണ്, എന്റെ കാറ് കേടായി, എന്റെ കാറ് കേടായി എന്ന് പറയാറുണ്ടല്ലോ. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്, നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വസ്തുവാണ് അല്ലെ, കാറ്, ഫോണ്, അതുപോലെ തന്നെ ഇപ്പൊ എന്തെങ്കിലും ഉണ്ടാക്കുന്ന മെഷീനുകള്, ഇതൊക്കെ നമ്മൾ വർക്ക് ചെയ്യുന്ന സംഭവങ്ങളാണ്. ഇതൊക്കെ കേടായി എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ കേടായി എന്ന് പറയാൻ വേണ്ടിയിട്ട് ഈസ് ബ്രോക്കൺ അല്ലെ, ഈസ് ബ്രോക്കൺ അല്ലെങ്കിൽ ഹാസ് ബ്രോക്കൺ ഡൗൺ എന്നൊക്കെ പറയും. ഫോർ എക്സാമ്പിൾ, എന്റെ കാറ് കേടായി, മൈ കാർ ഈസ് ബ്രോക്കൺ എന്ന് പറയാം. അല്ലെങ്കിൽ മൈ കാർ ഹാസ് ബ്രോക്കൺ ഡൗൺ. എന്റെ മെഷീൻ കേടായി. ഇപ്പൊ നമ്മൾ തയ്യലൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ നമ്മുടെ മെഷീൻ കേടാവാറുണ്ട്. എന്റെ മെഷീൻ കേടായി എന്ന് പറയുകയാണെങ്കിൽ മൈ മെഷീൻ ഈസ് ബ്രോക്കൺ, മൈ മെഷീൻ ഈസ് ബ്രോക്കൺ, അല്ലെങ്കിൽ മൈ മെഷീൻ ഹാസ് ബ്രോക്ക് ഡൗൺ എന്ന് പറയാം. ഇനി എന്റെ കാർ വഴിയിൽ വെച്ച് കേടായി എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. എന്റെ കാറ് വഴിയിൽ വെച്ച് കേടായി, ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട് മൈ കാർ ബ്രോക്ക് ഡൗൺ ഓൺ ദ വേ, മൈ കാർ ബ്രോക്ക് ഡൗൺ ഓൺ ദ വേ. എന്റെ കാറ് വഴിയിൽ വെച്ച് കേടായി. ഈ ഫോൺ കേടായി എന്ന് പറയാറുണ്ടല്ലോ. അങ്ങനെ പറയുമ്പോൾ ഈ ഫോൺ കേടായി, ദിസ് ഫോൺ ഈസ് ബ്രോക്കൺ, ദിസ് ഫോൺ ഈസ് ബ്രോക്കൺ. അല്ലെങ്കിൽ ദിസ് ഫോൺ ഈസ് ഡാമേജ്ഡ് എന്ന് പറയാം. കാരണം ഇതൊരു വസ്തുവാണല്ലോ, അപ്പം അതുകൊണ്ട് തന്നെ ഡാമേജ്ഡ് എന്ന് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ദിസ് ഫോൺ ഈസിൻറ്റ് വർക്കിംഗ് അല്ലേ, വർക്കാവുന്നില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ദ ഫോൺ ഈസിൻറ്റ് വർക്കിംഗ് എന്ന് പറയാം. ഇതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ബാഗുകൾ, ചെരുപ്പുകൾ, ഡ്രസ്സുകൾ, ഇതൊക്കെ കേടായി എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. അതിന് വേണ്ടിയിട്ട് ഇപ്പൊ നമ്മുടെ സാധനം, നമ്മുടെ വസ്ത്രങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ധരിക്കുന്ന ചെരുപ്പുകൾ, ഇങ്ങനെയുള്ള സാധനങ്ങൾ കേടായി എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡാമേജ്ഡ് എന്നാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ എന്റെ ചെരുപ്പ് വെള്ളം തട്ടി കേടായി എന്ന് പറയാൻ വേണ്ടിയിട്ട് മൈ ഷൂസ് അല്ലെ, ഷൂസ്, ചെരുപ്പിന് സ്ലിപ്പേഴ്സ് എന്ന് വേണമെങ്കിലും പറയാം കേട്ടോ. മൈ ഷൂസ് were damaged by the water എന്ന് പറയാം. അല്ലെങ്കിൽ ചെരുപ്പിന് നമ്മൾ പറയുന്ന പേരാണ് സ്ലിപ്പേഴ്സ് എന്ന് പറയാറുണ്ട് അല്ലെ. അപ്പം മൈ സ്ലിപ്പേഴ്സ് were damaged by the water. ഇനി നമ്മൾ പറയാണ്, ഇപ്പം നമ്മൾ ധരിക്കുന്ന ഡ്രസ്സുകൾ കീറി എന്ന് പറയാറുണ്ട് അല്ലെ. ഈ കീറി എന്ന് പറയുന്നതിന് നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്നതാണ്
ടോൺ എന്നുള്ള വേർഡ്. ടോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീറി എന്നാണ്. ഫോർ എക്സാമ്പിൾ, എന്റെ ചുരിദാർ കീറി, മൈ ചുരിദാർ ഈസ് ടോൺ, അല്ലെങ്കിൽ മൈ ചുരിദാർ ഹാസ് ടോൺ എന്നൊക്കെ പറയാം. അപ്പോൾ കീറി എന്ന് പറയാൻ വേണ്ടിയിട്ട്. ഇനി എന്റെ ഷോൾ കീറി എന്നെങ്ങനെ പറയാം? എന്റെ ഷോൾ കീറി, മൈ ഷോൾ ഈസ് ടോൺ, അല്ലെങ്കിൽ മൈ ഷോൾ ഹാസ് ടോൺ എന്ന് പറയാം. അപ്പോൾ നമ്മള് ഭക്ഷണ സാധനങ്ങൾ കേടായി എന്ന് പറയാൻ വേണ്ടിയിട്ട് പഠിച്ചു. അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന യന്ത്രങ്ങൾ, മെഷീനുകൾ, അതുപോലെ വാഹനങ്ങൾ, ഇതൊക്കെ കേടായി എന്ന് പറയാൻ വേണ്ടിയിട്ട് പഠിച്ചു. അതുപോലെ തന്നെ നമ്മൾ ധരിക്കുന്ന ചെരുപ്പുകള്, ബാഗ്, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കേടായി എന്ന്, ബാഗൊക്കെ കേടായി എന്ന് പറയാൻ വേണ്ടിയിട്ടും ഡാമേജ് എന്നാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് കേട്ടോ. അതുപോലെ തന്നെ നമ്മളെ ഡ്രസ്സുകൾ കീറി എന്ന് പറയാറുണ്ട്. അതിന് വേണ്ടിയിട്ട് ടോൺ എന്നാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ആണ്, ഈ തക്കാളി കേടായിട്ടുണ്ട് എന്നെങ്ങനെ പറയും എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക. പായസം കേടായി എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ, അതൊരു ഭക്ഷണ സാധനമാണ്, അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതുപോലെ എൻ്റെ വാച്ച് കേടായി, ഞാൻ ധരിക്കുന്ന ഒരു വാച്ച് അല്ലേ, വാച്ച് പറയുമ്പോൾ ഒരു യന്ത്രമാണല്ലോ, നമ്മൾ ഉപയോഗിക്കുന്ന ഒരു യന്ത്രമാണ്, ഇപ്പൊ ഫോണിനൊക്കെ പോലെ. അപ്പൊ വാച്ച് കേടായി എന്നെങ്ങനെ പറയും എന്നുള്ളതും നിങ്ങൾ കമന്റ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഷർട്ട് കീറി, എൻ്റെ ഷർട്ട് കീറി എന്നിങ്ങനെ പറയും എന്നുള്ളതും നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പൊ ഇന്ന് 3 സെന്റൻസ് ആണ് നിങ്ങൾ കമന്റ് ചെയ്യേണ്ടത്. മറക്കാതെ നിങ്ങൾ കമന്റ് ചെയ്യുക. വളരെ സിമ്പിൾ ആണ്. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് ചോദിച്ച ആ സബ്സ്ക്രൈബറോട് എനിക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട്. കാരണം നമ്മൾ നിസ്സാരമാക്കുന്ന ഓരോരോ സെന്റൻസുകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ വളരെ താങ്ക്സ്. ഇതുപോലെയുള്ള ഡൗട്ടുകൾ എല്ലാവരും ഉള്ളവരൊക്കെ ചോദിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കണും ഓൾ ഓപ്ഷനും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു സോ മച്ച്.